കളയേണ്ടതിനെ കൊണ്ടു നടന്നാൽ നിന്റെ അനുഗ്രഹം ഇല്ലാതാകും. കളയേണ്ടതിനെ കൊണ്ടു നടന്നാൽ അത് നിന്റെ ഐശ്വര്യത്തെ ഇല്ലാതാക്കും. കാലയിൽ ഒരു മുള്ളു കൊണ്ടുവന്നിരിക്കട്ടെ, കളയാതെ കൊണ്ടു നടന്നാൽ അത് അവിടെ ഇരുന്ന് പഴുത്തു വ്രണമാവും. അത് വേദന നിനക്ക് സമ്മാനിക്കും. കളയേണ്ടതിനെ കൊണ്ടു നടക്കണ്ട, കളയേണ്ടതിനെ ദൂരെ എറിയണം. ഇനി ഒരിക്കലും അത് വേണ്ട. അതാണല്ലോ ദൂരെ എറിയുന്നതിൻ്റെ ഒരു അർത്ഥം. അന്ധനായ മനുഷ്യൻ പുറങ്കുപ്പായി യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരാൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉടുപ്പിട്ടോണ്ടല്ലേ പോകൂ. ഉടുപ്പൂരിക്കളഞ്ഞ് ഓടുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കി ചേർത്ത് വെച്ച് ബട്ടൺസൊക്കെ ഇട്ടിട്ട് പുറങ്കുപ്പായൊക്കെ ഒന്ന് ഉള്ള പോലെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടല്ലേ ചെല്ലേണ്ടത്. ഇതൊരു സൂചനയാണ്, ഇതൊരു പാഠമാണ്. അന്ധനായ മനുഷ്യൻ്റെ അവസ്ഥ മാറിയത്, സിറ്റുവേഷൻ മാറിയത് ആ ഒരൊറ്റ പ്രവൃത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. അവൻ്റെ ജീവിതത്തോട് പറ്റിച്ചേർന്നൊരു പുറങ്കുപ്പായം ഉണ്ടായിരുന്നു. അതിനെ അവൻ ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്ത് വന്നു. പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ അടുത്ത് വന്നപ്പം യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അല്ല, കണ്ടാൽ അറിയാൻ പാടില്ലേ, ഈ മനുഷ്യൻ ഭിക്ഷക്കാരനാണ്, പുള്ളിക്ക് കണ്ണൊന്നും കാണാൻ വയ്യ, കാഴ്ചശക്തിയാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടതെന്ന് അറിയത്തില്ലേ, പിന്നെന്തിനാണ് ചോദിച്ചത്? എന്നാലും നിന്റെ ആഗ്രഹം നിന്റെ നാവിലൂടെ ദൈവം കേൾക്കണം. നിന്റെ ആഗ്രഹം നീ മനസ്സിൽ വച്ചുകൊണ്ടിരുന്നാൽ പോരാ. അതാ വചനം പറയുന്നത്, ചോദിക്കുവിൻ, ചോദിക്കണം. ദൈവവചനം കേൾക്കുമ്പോഴേ ചോദിക്കണം. ദൈവം, എൻ്റെ ആഗ്രഹത്തെ ഞാൻ ദൈവത്തോട് പറയണം. എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു വീട് വേണം, എൻ്റെ മക്കൾ രക്ഷപ്പെടണം, എനിക്കൊരു നല്ല ഒരു ജീവിതം വേണം, ഒരു വിവാഹം നടക്കണം. ഇതൊന്നും മനസ്സിൽ വച്ചാൽ പോരാ. ഓ, അതൊക്കെ ദൈവത്തിന് അങ്ങ് അറിയാലോ. അങ്ങനെ പറയല്. അന്ധനായ മനുഷ്യൻ അയാൾ ആ ഇരിപ്പിൽ തന്നെ അറിയാം, ഒന്നുമില്ലാത്തവനാണ്, ജീവിതത്തിൽ ആകെ വഴിമുട്ടി നിൽക്കുന്ന ആളാണ്. പിന്നെ എന്തിനാ ചോദിച്ചത്? അവൻ്റെ നാവിലൂടെ അവൻ പറഞ്ഞു, ഗുരോ, എനിക്ക് ഈ കാഴ്ച വീണ്ടും കിട്ടണം. അവൻ പറഞ്ഞു, അവൻ്റെ ആഗ്രഹത്തെ പറഞ്ഞു. അവിടെയാണ് യേശു പറഞ്ഞത്, നീ പോയിക്കൊള്ളുക,